ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 7. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നിക്ക് ഇട്ടുകൊടുക്കുകയും അരുത്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിച്ചു വന്ന് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്കുള്ള വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്, അതിലേക്ക് കടന്നു പോകുന്നവർ വളരെ ഏറെ ദാനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സുവർണ നിയമത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ ബൈബിളിൽ സ്വർണ്ണ നിയമം എന്നറിയപ്പെടുന്ന വചനഭാഗം നാം ദർശിക്കുക മത്തായി സുവിശേഷം 7-ാം അധ്യായം 12-ാം തിരുവചനമാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഈ വചനഭാഗത്തെയാണ് സുവിശേഷൻ സ്വർണ്ണ നിയമം അഥവാ സുവർണ നിയമം എന്ന് വിളിക്കുന്നത്. ഒരു ക്രൈസ്തവന്റെ ജീവിതത്തെ ധന്യമാക്കുവാൻ ഈ ഒരൊറ്റ നിയമം പാലിച്ചാൽ മാത്രം മതി. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ എപ്പോഴും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുവാൻ, സ്നേഹിക്കപ്പെടുവാൻ, ആദരിക്കപ്പെടുവാൻ, കരുണയോടുകൂടി ഇടപെടുവാൻ, നമ്മെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുവാൻ, ആദരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ നാം മറ്റുള്ളവർക്ക് ഇതേ നന്മകൾ ചെയ്യുമ്പോൾ നാം ഈ ഭൂമിയിൽ വലിയ അനുഗ്രഹത്തിന് അടയാളമായി മാറുന്നു. മറ്റുള്ളവർക്ക് നാം ഇഷ്ടപ്പെടുന്ന ചെയ്തു കൊടുക്കൂ, നമ്മുടെ ജീവിതം ധന്യമാവുകയും ക്രിസ്തു വിഭാവന ചെയ്യുന്ന ക്രൈസ്തവ മൂല്യങ്ങൾ നിറഞ്ഞ ജീവിതമായി മാറുകയും ചെയ്യും. എങ്കിലും യേശു പറയുന്നു, നിങ്ങളുടെ മുത്തുകൾ പന്നിക്ക് ഇട്ടുകൊടുക്കരുത്, അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിച്ചു വന്ന് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യാം. ഓർക്കുക, നമ്മൾ വിവേകപൂർവ്വം ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വചനത്തിലൂടെ നൽകുക. നമ്മുടെ വിലപ്പെട്ടത് ജീവിത വിശുദ്ധി, ദൈവികമായ കൃപാവരങ്ങൾ, പ്രാർത്ഥന, വിശുദ്ധി, നന്മ നിറഞ്ഞ ജീവിതം, ക്ഷമ, കരുണ, അനുകമ്പ, ആർദ്രത, ഈ നന്മകളൊക്കെ നമ്മളിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ നന്മകൾ നിസ്സാരമായി കാണുകയോ വലിച്ചെറിയപ്പെടുകയോ ചെയ്യരുത്. കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതും കൃപയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടേണ്ടതുമാണ്. നാം എങ്ങനെയെങ്കിലും ജീവിച്ച് എങ്ങനെയെങ്കിലും കടന്നു പോകേണ്ടവരല്ല. നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണ്, ദൈവം വിലമതിക്കുന്നതാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഓർപ്പെടുത്തുന്നു, വിശാലവും വിസ്തൃതവുമായ വഴിയിലൂടെ സഞ്ചരിച്ച് നിത്യജീവന്റെ കൃപ നഷ്ടപ്പെടുത്തരുത്. വാതിൽ അല്പം ഇടുങ്ങിയതെങ്കിലും ഈ ഭൂമിയിലെ അല്പം കഷ്ടതകളും കണ്ണുനീരും നൊമ്പരവും പ്രയാസവും ഉൾക്കൊള്ളുവാനുള്ള മനസ്സും മനോഭാവവും നമുക്കുണ്ടാകണം. അതുണ്ടാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്, കരുതലിന് ഭാഗവാക്കാവുക. ഇടുങ്ങിയ വാതിലൂടെ സഞ്ചരിച്ചവരാരും അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യമോ കൃപാവരമോ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അവർ പലതും വീണ്ടെടുത്തവരാണ്. കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ അഥവാ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട അഗതികളുടെ അമ്മ ഈ പുണ്യഭൂമിയിൽ ഇന്നും ആദരിക്കപ്പെടുന്നതിന് കാരണം എന്തെന്നോ, ഈ അമ്മ ആർക്കും വേണ്ടാത്തവരെയെല്ലാം സ്നേഹിക്കുവാൻ, അവർക്ക് അർഹതപ്പെട്ടതൊക്കെ ചെയ്തു കൊടുക്കുവാൻ പരിശ്രമിച്ചപ്പോൾ ഭൂമിയിലെ മാലാഖയായി സ്വർഗത്തിൽ നിത്യതയുടെ പൂർണ്ണതയിൽ വിശുദ്ധിയുടെ കൃപ സ്വന്തമാക്കി ഭൂമി ഉള്ളിടത്തോളം കാലം ഓർക്കപ്പെടുന്ന വ്യക്തിയായി ക്രൈസ്തവ ജീവിതത്തിന്റെ അർത്ഥവും മൂല്യവും ലക്ഷ്യവും നമ്മെ പഠിപ്പിച്ചു തന്നു. ഓരോ വ്യക്തിയുടെയും ജീവിതം
വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. നമ്മൾ ഓരോരുത്തരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷം ശ്രദ്ധാപൂർവം ധ്യാനിച്ച് ജീവിതത്തെ വിശുദ്ധിയാൽ ക്രമപ്പെടുത്തുവാനും കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുവാനും നമ്മൾ പരിശ്രമിക്കുക തന്നെ ചെയ്യണം. സുവർണ നിയമത്തിന്റെ ആത്മീയത ഓരോ ദിവസവും നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കും തിരുവചനാധിഷ്ഠിതമായ സാഹോദര്യ സ്നേഹത്തിൽ നിറഞ്ഞ ജീവിതത്തിലേക്കും നമ്മെ വഴി നടത്തട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമാ ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ